മഹാനായ ഇബ്രാഹിമിന് അദ്ദേഹം തങ്ങൾ പരീക്ഷണങ്ങളേറെ ഏറ്റുവാങ്ങിയെന്ന് പറഞ്ഞല്ലോ. ആദ്യം തൻ്റെ ദാസിയിൽ നിന്നും, അതുപോലെ തന്നെ എൻ്റെ ഒട്ടകത്തിനെ കാണാനില്ല എന്ന് പറഞ്ഞുകൊണ്ട് തട്ടിൻ്റെ മുകളിൽ നിന്നും, തൻ്റെ കൊട്ടാരത്തിലിരിക്കുമ്പോൾ പാറയിൽ ഒരു ഫക്കീറായ മിസ്കിൻ വന്നുകൊണ്ട് അവിടെ സുഭിക്ഷമായി ഭക്ഷണം കഴിച്ച് കിടന്നുറങ്ങിയതും, ഇങ്ങനെ പല രംഗങ്ങളും മഹാനായ ഇബ്രാഹിം അദ്ദേഹം തങ്ങളുടെ മനസ്സിൽ തട്ടിയെന്ന് മാത്രമല്ല, അവസാനം അദ്ദേഹത്തിനൊരു മനസ്സമാധാനം കിട്ടാൻ വേണ്ടി കാട്ടിലേക്ക് വേട്ടയ്ക്ക് തിരിച്ചു എന്ന് മാത്രമല്ല, അങ്ങനെ മഹാനായ ഇബ്രാഹിം അദ്ദേഹം തങ്ങൾ തൻ്റെ പരിവാരങ്ങളോടുകൂടെ കാട്ടിലേക്ക് വേട്ടയ്ക്ക് പോവുകയാണ്. ഈ സമയം അല്ലൽ മാനസിന്നൊഴിവാൻ മാർഗം നിർത്തിയിട്ട് അന്നക്കം പുരുഷാരത്തോടും കൂടി പുറപ്പെട്ട് നില്ലാതൊരു കാട്ടിൽ ചെണ്ട് വേട്ടയെ തേടിയേ നേരം മാറി ഒണ്ട രശർ മുൻ കൊള്ളെ ചാടിയേ. അങ്ങനെ മഹാനായ ഇബ്രാഹിം ലുതും തങ്ങൾ തൻ്റെ ഒരു മനസ്സിനൊരു സമാധാനം കിട്ടാൻ വേണ്ടി അതാ കാട്ടിലേക്ക് പരിവാരങ്ങളൊത്ത് വേട്ടയ്ക്ക് പോയി എന്ന് മാത്രമല്ല, വേട്ടയ്ക്ക് ചെന്ന് കാട്ടിലെത്തേണ്ട താമസം അതാ നല്ലൊരു സുന്ദരമായ ഒരു മഹാനായ ഇബ്രാഹിം ലുതും തങ്ങളുടെ മുമ്പിലേക്ക് ചാടി വന്നു എന്ന് മാത്രമല്ല, ഉടനെ മഹാനവറുകൾ അമ്പെയ്തു എന്ന് മാത്രമല്ല, അങ്ങനെ അമ്പെയ്തപ്പോൾ എല്ലാ മൃഗങ്ങളും താഴെ വീഴുന്നതിന് പകരം ഈ മാനിത മഹാനായ ഇബ്രാഹിം ലുതും തങ്ങളുടെ അടുക്കിലേക്ക് ഓടി വന്നുകൊണ്ട് മാൻ ചോദിക്കുകയാണ്, പാട്ടിക്കൂരങ്ങം ഇബ്രാഹിമേ ഊനൈ തന്നെ പാങ്ങില്ല ചെലിവാ ചെയ്തിടാനോ പാടച്ചെന്നേ. സാധാരണ മാൻ വീഴുന്നതിന് പകരം ഇങ്ങോട്ട് ഓടി വന്നുകൊണ്ട് അമ്പ് തറച്ചിട്ടും മാൻ ഇതാ ഓടി വരികയാണ് മഹാനായ ഇബ്രാഹിം തങ്ങളോട്. എന്നിട്ട് പാപികളായ ഞങ്ങളെ ഉപദ്രവിക്കാനാണ് അള്ളാഹു നിന്നെ പടച്ചത് എന്നാണ് മഹാനായ ഇബ്രാഹിം ഇബ്നു അദ്ഹം തങ്ങളോട് ആ മാനു ചോദിച്ചത്. ഉടൈത്താരിത്ത് ഫാർസിം മീതിന്നിറങ്ങിയേ ഉറ്റ് വിചാരിച്ച് തൗബ ചെയ്ത് മടങ്ങിയേ. മാനിൻ്റെ ചോദ്യം ഒരല്പം മനസ്സമാധാനത്തിന് വേണ്ടി കാട്ടിലേക്ക് വേട്ടയ്ക്ക് പോയതാണ്. അപ്പം മാനിൻ്റെ ചോദ്യം കേട്ട് മഹാനായ ഇബ്രാഹിം ഇബ്നു അദ്ഹം തങ്ങൾ അമ്പരന്നു എന്ന് മാത്രമല്ല, അതും മാനിൻ്റെ ചോദ്യവും മഹാനായ ഇബ്രാഹിം അദ്ഹം തങ്ങളുടെ ഹൃദയത്തിലേക്ക് തുളച്ചു കയറുകയാണ്. ഏതായാലും തൻ്റെ പരിവാരങ്ങളോടൊത്ത് വേട്ടയും വേണ്ട ഒന്നും വേണ്ട എന്നുള്ള നിലക്കഥ തിരിച്ച് കൊട്ടാരത്തിലേക്ക് വരികയാണ്. എന്ന് അല്പം ഭക്ഷണം കഴിക്കാൻ വേണ്ടി ദാഹിച്ച് ക്ഷീണിച്ച് വരഞ്ഞ അതാ കാട്ടിൽ നിന്നും മഹാനായ ഇബ്രാഹിം അദ്ഹം തങ്ങളും പരിവാരങ്ങളും അതാ കൊട്ടാരത്തിലേക്ക് ഭക്ഷണത്തിന് വേണ്ടി അഥവാ കൊട്ടാരത്തിലേക്ക് തിരിച്ചു മടങ്ങുകയാണ്. അങ്ങനെ മടങ്ങി കൊട്ടാരത്തിൽ ഭക്ഷണം കഴിക്കാൻ വേണ്ടി അതാ സുപ്രയിൽ മേശപ്പുറത്ത് എല്ലാം റെഡിയാക്കി വെച്ചിരിക്കുന്ന പരിവാരങ്ങൾ അവിടേക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടി മഹാനായ ഇബ്രാഹിം അദ്ഹം തങ്ങൾ മേശപ്പുറത്ത് ഇരുന്ന സമയത്താണ് അവിടെയും ഒരു അത്ഭുത സംഭവം. എന്താണത്? ഇടമില്ലാം നേരത്ത് വാരും എണ്ണം നാൾ ആറായേ ഏഴാം ദിവസവും കൊത്തിക്കൊണ്ടങ്ങ് പാറിയേ വന്നൂരു കാക്കാഹു ബെടുത്ത് പറന്താനേ ഇടമില്ലാം നേരത്ത് വാരും എണ്ണം നാൾ ആറായേ. അതേ മഹാനവറുകൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി മേശപ്പുറത്ത് കണ്ടിരുന്നപ്പോൾ പലവിധ രുചിയുള്ള ഭക്ഷണങ്ങളാണല്ലോ. ഒരു കാക്ക വന്നിട്ട് മേശപ്പുറത്ത് എന്ന് പറഞ്ഞ വിമാനം വന്നിറങ്ങണ പോലെ ഇറങ്ങിയിട്ട് ഭക്ഷണത്തളിയിൽ നിന്നും ഒരു റൊട്ടി കഷ്ണം എടുത്ത് പറന്നുപോയി എന്ന് മാത്രമല്ല, ഇങ്ങനെ മഹാനവറുകൾ ഇത് പല പ്രാവശ്യം ഇത് അനുഭവപ്പെട്ടിട്ടുണ്ടല്ലോ എന്ന് മഹാനവറുകൾ ചിന്തിക്കുകയാണ്. ഭക്ഷണം ഇരിക്കാൻ കഴിക്കുന്ന അതേ സമയത്ത് ഈ കാക്ക 6 ദിവസമായി വരാൻ തുടങ്ങിയിട്ട് ഇനി 7ാമത്തെ ദിവസം ഈ കാക്ക വരികയാണെങ്കിൽ എവിടേക്കാണ് ഈ കാക്ക ഈ ഭക്ഷണം കൊണ്ടുപോകുന്നത് എന്ന് നോക്കാൻ വേണ്ടി മഹാനായ ഇബ്രാഹിം അദ്ഹം തങ്ങൾ ഒരു കുതിരയെ റെഡിയാക്കി നിർത്തുകയാണ്. അങ്ങനെ പറഞ്ഞതുപോലെ തന്നെ 7ാം ദിവസം കൊത്തിക്കൊണ്ടങ്ങ് പാറിയേ. 7ാമത്തെ ദിവസവും മഹാനവറുകൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇരുന്നപ്പോൾ അതേ സമയത്ത് തന്നെ കാക്ക കറക്റ്റ് റെഡി മണി 9 മണിക്ക് അത് വന്ന് പറന്ന് ഭക്ഷണമെടുത്ത് പറന്നു റൊട്ടി കഷ്ടമെടുത്ത് പറന്നു പോയി. ഉടനെ തന്നെ മഹാനായ ഇബ്രാഹിം തങ്ങൾ എന്ത് ചെയ്തു എന്നറിയുമോ? കഠിന പുതുമ